ഞാനിപ്പം കാനഡയിൽ വന്നിട്ട് 13 വർഷമായി. സോ കഴിഞ്ഞ വർഷം 2024 നവംബറിൽ ഞാൻ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. സോ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സാണിത്. ആദ്യം ആപ്ലിക്കേഷൻ, പിന്നെ അവരതെല്ലാം റിവ്യൂ ചെയ്തിട്ട്, പിന്നെ ടെസ്റ്റ്, പിന്നെ ഫിംഗർ പ്രിൻ്റ്, പിന്നെ അവസാനമായിട്ട് ഓത്ത്. സോ എൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ഓൺലൈനിൽ ടെസ്റ്റ് എടുത്തു, അതും കഴിഞ്ഞു. ഞാനിപ്പം 3rd സ്റ്റേജിലാണ്, ഫിംഗർ പ്രിൻറ്റിൽ. സോ ഫിംഗർ പ്രിൻറ്റിന് നമ്മൾ ഇവിടുത്തെ RCMP ഓഫീസിൽ പോകാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി കൊണ്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോവാണ്. ഫിംഗർ പ്രിൻ്റ് എടുക്കണം. സോ മിക്കവാറും ഫിംഗർ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു മാസം കഴിയുമ്പോൾ ഓത്തിന് വിളിക്കും. സോ അത് കഴിഞ്ഞ് പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ കനേഡിയൻ പാസ്പോർട്ട് കിട്ടും. സോ ഒരു ക്വിക്ക് പ്രോസസ്സാണ്. കൂടി വന്നാൽ 6 മാസം. സോ അത്രേ ഉള്ളൂ. US പോലെ അത്രയ്ക്കും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല ഇവിടെ കാനഡയിൽ. ദ ഗുഡ് തിങ്, കാരണം ഞാൻ US സിറ്റിസൺ കൂടിയാണ്. കാരണം ഇവിടെ നമുക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് എടുക്കാം, കാനഡ US. സോ പണ്ടേ എൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഞാൻ റെനൗൺസ് ചെയ്യണമായിരുന്നു. ഇന്ത്യ ഡുവൽ സിറ്റിസൺഷിപ്പ് അത് അലൗഡല്ല. ചൂടെ കട്ടിയുള്ളൊരു സ്വെറ്റർ ഇട്ടാൽ മതിയായിരുന്നു. തണുപ്പാണ് വെളിയിൽ. നല്ല വെയിലുണ്ടെങ്കിൽ ഇച്ചിരി തണുപ്പുണ്ട്. ഇന്ന് മെയ് ആയിട്ടും നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ വെതർ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. എപ്പോഴും ഒരു ദിവസം നല്ല ചൂടായിരിക്കും, മറ്റു ദിവസം ഇതുപോലെ ചെറു തണുപ്പായിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല. എവിടെ നിന്നാണ് കാറ്റ് വരുന്നത് അതുപോലെ ഇരിക്കും. ഇവിടെ അവരെന്തോരം വീടാണ് പണിയെന്നറിയോ. എന്തോരം കോണ്ടോയും അപ്പാർട്ട്മെൻറ്റും ടൗൺ ഹൗസും എല്ലാവരും ബിൽഡിങ്ങാണ്. പക്ഷേ മെയിൻ കംപ്ലൈൻറ്റ് ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലെന്നും കൂടിയാണ്. ആ പുറകിലൊരു സൈൻ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് പബ് എന്നും പറഞ്ഞ്. സോ അങ്ങനത്തെ സ്ഥലം വെച്ച് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ഇന്ത്യൻ പബ് എന്ന് പറഞ്ഞാൽ ഉള്ള റേസിസ്റ്റ് മൊത്തം വന്ന് ഒന്ന് ഭയങ്കര ഇമിഗ്രേഷനാണ്. നമുക്ക് ഇവിടെ എന്തോ തന്നെ നമ്മുടെ കനേഡിയൻ കൾച്ചർ പോവും, നമ്മളെ എല്ലാം ഒന്നെടുക്കുവാണ്, നമുക്കൊന്നുമില്ല, അങ്ങനത്തെ കുറച്ച് സംസാരമുണ്ട്. സ്കാരിഷ് പബ് കുഴപ്പമില്ല, ഐറിഷ് പബ് കുഴപ്പമില്ല, ബ്രിട്ടീഷ് പബ് കുഴപ്പമില്ല. നമ്മുടെ കാൽഗറി പോലീസ് സർവീസിലെത്തി. സോ ഇവിടെ വന്നപ്പോൾ ആ സർവീസ് ഇവിടെ ഇല്ല, വേറെ സ്ഥലത്ത് പോകണം, കുന്നപ്രാണ്ടി. സോ ഇവിടുത്തെ നോർത്ത് ഈസ്റ്റിൽ പോകണം. സോ വീട്ടിൽ നിന്നൊരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. സോ അവിടെ പോകുന്നതിന് മുമ്പ് വീട്ടിൽ പോയിട്ട് ഒരു സ്വെറ്ററൊക്കെ ഇട്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കാർ എടുത്തുകൊണ്ട് പോകണം. അതിപ്പോഴും സെയിൽ കിടക്കുവാണ്. ഇതിപ്പോൾ 1 വർഷം ആ സ്ഥലം മൊത്തം സെയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കമ്പനി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കമ്പനി എല്ലാം ഈ കോർണറിലോട്ട് മേടിച്ചിട്ട് ഒരു 4-5 ടൗൺ ഹൗസ് അല്ലെങ്കിൽ റോ ഹോം അതങ്ങനെ ബിൽഡ് ചെയ്യും. ചിലപ്പം ഗരാജ് ഉണ്ടായിരിക്കും, ചിലപ്പം ഗരാജിലായിരിക്കും. ഞങ്ങളുടെ സ്ട്രീറ്റിൽ തന്നെ ഒരു കോർണർ ഹൗസ്, ഒരു പഴയ ഒരു വീട് $1 മില്യൺ വിറ്റുപോയി. 7 ദിവസം പോലും എടുത്തില്ല.
ഏതോ ഒരു ഡെവലപ്പർ മേടിച്ചതാണ്. എന്നിട്ട് അവർ വന്ന് ആ വീടെല്ലാം ഡെമോ ചെയ്യും. എന്നിട്ട് പിന്നെ ഒരു 4-5 റൂം അങ്ങോട്ട് കയറ്റും. പക്ഷേ കുഴപ്പമില്ല, ആ റോ ഹോം അത്രയ്ക്കും ചീപ്പും അല്ല, അതാണ് കുഴപ്പം. മിക്കവാറും ഒരു 700,000 ആവും ആ ഒരു റോ ഹോം മേടിക്കണമെങ്കിൽ. എസ്പെഷ്യലി കാനഡയിൽ ഹൗസിങ് ചീപ്പല്ലാണ്, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. കാൽഗറി ഒരു നല്ല കാര്യം, ഒരു വലിയ സിറ്റി അല്ല, കാരണം എവിടെ പോകാനും ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഓൾമോസ്റ്റ് സെൻട്രലിലാണ് താമസിക്കുന്നത്. സോ സെൻട്രലിൽ നിന്ന് എവിടെ വേണമെങ്കിലും ഒരു അരമണിക്കൂർ കൊണ്ട് പോകാൻ പറ്റും. സോ തിരിച്ച് വീട്ടിൽ പോയി കുറച്ച് റീസെർച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാൽഗറി പോലീസ് ഇപ്പം ഇങ്ങനത്തെ സർവീസ് ചെയ്യുന്നില്ല ഇമിഗ്രേഷന് വേണ്ടി. സോ ഇവിടെ തേർഡ് പാർട്ടി കമ്പനികളുണ്ട് ഈ സർവീസ് കൊടുക്കുന്നത്. സോ അങ്ങോട്ട് പോവാണ്. വീടിന് തൊട്ടടുത്താണ്, ഒത്തിരി ദൂരമില്ല. നല്ല കാര്യം. സോ ഇമിഗ്രേഷൻ സർവീസ് പറയുന്നത് RCMP പോകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പോകാം, അല്ലെങ്കിൽ പോലീസിന് പോകാം. കാൽഗറി പോലീസ് പറഞ്ഞില്ല, എവിടെയെങ്കിലും പോലീസ് സർവീസിൽ പോകാമെന്നാണ് പറഞ്ഞത്. സോ എനിക്കൊന്ന് ഓരോ സിറ്റിയിലും എന്തുവാ അവരുടെ സ്വന്തമായിട്ട് റൂൾസ് ഉണ്ട്. സോ ഒന്ന് നോക്കിയിട്ട് പോകണം. എന്നെപ്പോലെ ചാടി കയറി പോലീസ് സ്റ്റേഷനിൽ പോയി ഫിംഗർപ്രിൻ്റ് തരാമെന്ന് ചോദിക്കരുത്. കാൽഗറി ഒരു വെരി ആക്റ്റീവ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. സമ്മറിലും വിൻ്ററിലും എല്ലാ സമയത്തും എന്തെങ്കിലും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ വേണം. ഈ വീട്ടിൽ മാത്രം ഇരുന്നാൽ ഒരു ബോറാണ്, മനസ്സിലായോ? സോ നമ്മളിവിടെ കനേഡിയൻ ലീഗൽ റിസോഴ്സ് സെൻറ്ററിലെത്തി. സോ നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഇവിടുന്ന് ഒരു ബർഗർ മെക്കാനിക്കിൽ നിന്നൊരു ബർഗർ അടിച്ചു. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയാണ്. പോകുന്നതിന് മുമ്പ് മോട്ടോർ സൈക്കിൾ സ്റ്റോറിൽ കയറി കുറച്ച് ഓയിലും ഒരു ഫിൽറ്ററും മേടിക്കണം. ഞാൻ വിചാരിച്ചത് ഒരു $100 ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു $57 ആയിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഗുഡ്. Brother, go. Go, brother. Go. Don't litter, buddy. No littering. Uh-oh. It's on your truck, too. Ay. ഓക്കെ, ഓയിൽ കിട്ടി. തിരിച്ച് വീട്ടിൽ പോവാം. Porsche. I don't care what it costs me. I have to buy a Porsche. I have to get a Porsche. ഇവിടെയുള്ള വീടുകളെല്ലാം 1.5 മില്യൺ 2 മില്യൺ. ഇവിടെ എങ്ങും ഒരു സിംഗിൾ ഡിറ്റാച്ച്ഡ് വീട് $100 million. ചിലപ്പോൾ ഒരു പഴയ വീട് കാണുമായിരിക്കും. വീടിട്ടാലും മാർക്കറ്റിൽ ഒത്തിരി നാൾ ഇരിക്കത്തില്ലെന്നേ, അതാ കുഴപ്പം. എളുപ്പം വിറ്റ് പോകും. ആരൊക്കെയാണോ മേടിക്കുന്നത് എനിക്ക് ഒരു പിടിയില്ല. ഇവരൊക്കെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് അതുമില്ല. എല്ലാവരും BMW, മെഴ്സീഡീസും മറ്റേതും ഒക്കെ ഓടിക്കുന്നത്.